Welcome to Mahimas cooking class. In this video, very easy mango ice cream recipe. ഇന്നത്തെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട നല്ല പഴുത്ത മാങ്ങയാണ്. ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു 2.5 കപ്പ് ചോപ്പ് ചെയ്ത മാങ്ങ. നമ്മൾ വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1/2 കിലോ. തൊലിയെല്ലാം കളഞ്ഞ ശേഷം വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1/2 കിലോ മാങ്ങയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്ക്, പിന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാങ്ങ നമുക്ക് നല്ല പ്യൂറി ആയിട്ട് എടുക്കണം. ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് 2 ടൈപ്പ് മാങ്ങയാണ്. ഒന്ന് നല്ല നിറമുള്ളതും ഒന്ന് ഇച്ചിരി പുളിയുള്ള മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. നല്ല നിറം ഉണ്ടെങ്കിൽ എപ്പോഴും ഐസ്ക്രീമിന് നല്ല നിറം കിട്ടും. നന്നായിട്ട് പ്യൂറി ആക്കി എടുക്കുക. നമ്മൾ മാങ്ങ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും വെള്ളം ചേർക്കാതിരിക്കുക. വെള്ളം ചേർത്താൽ നമ്മൾ ഐസ്ക്രീംസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഐസ് ക്രിസ്റ്റൽസ് ഇങ്ങനെ കടിക്കും, ഐസിൻ്റെ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 200 ഗ്രാം കണ്ടൻസ് മിൽക്കാണ്. മെഷറിംഗ് കപ്പിൽ നോക്കിയാൽ 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തേക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ക്രീം വിപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1 കപ്പാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും നല്ല സോഫ്റ്റ് പീക്സ് വരെ വിപ്പ് ചെയ്തെടുത്തു. ഈ ഒരു സ്റ്റേജ് വരെ മതി. ഇനി നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചേക്കുന്ന ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കണം. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മാംഗോസും കൂടെ ചേർക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കാതെ സ്പാറ്റില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫോൾഡും ചെയ്യാം. ഇത് ലൈറ്റായിട്ട് ഫുൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി കണ്ടെയ്നറിലേക്ക് ഒഴിക്കും. അപ്പോൾ ഫ്രീസറിൽ വെക്കാവുന്ന ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് മാങ്ങയുടെ മിക്സ്ചർ അവിടെ ഇവിടെ ഇടാം. കുറച്ച് മാങ്ങയുടെ പീസസ്, ബാക്കിയുള്ള പീസസ് ഇടാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ആവാനായിട്ട്.
ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സ്വേൾ ചെയ്തിട്ട് ഇനി ഇത് സീൽ ചെയ്ത് ഒരു 1-2 ദിവസം ഫ്രീസറിൽ സൂക്ഷിക്കാം. അതിനുശേഷം വേണം സ്കൂപ്പ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞുള്ളൊരു ഷൂട്ടിലാണ് നമ്മളിതിൻ്റെ ഫൈനൽ എടുക്കുന്നത്. ഐസ്ക്രീം സെറ്റായി. ഒരു മിനിമം ഒരു ദിവസം വെക്കുക, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സ്കൂപ്പ് ചെയ്തെടുക്കാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മാങ്ങയും കൂടെ ചോപ്പ് ചെയ്തും കൂടെ ഇടാം. മിൻറ്റ് ലീഫ് കൂടെ വെച്ച് സെർവ് ചെയ്യാം. മാങ്ങയുടെ സീസണിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ള മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇവിടെ നമ്മൾ ചോപ്ഡ് മാംഗോസ് അകത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാങ്ങയുടെ ഒരു ബൈറ്റും കിട്ടും. നല്ലൊരു ക്രീമി ടെക്സ്ചറുമാണ് ഐസ്ക്രീമിന്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.